ഹായ് ഹലോ വെൽക്കം ടു PSC മിനിറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്ഷാംശ വ്യാപ്തി അതും രേഖാംശ വ്യാപ്തിയുമാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. അതായത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അതായത് കന്യാകുമാരി വരെയുള്ള വ്യാപ്തി, അല്ലെങ്കിൽ വെറുതെ അക്ഷാംശ വ്യാപ്തി എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ഇനി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഇന്ദിരാ പോയിന്റ് വരെ ചോദിക്കും. ഇന്ദിരാ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. അപ്പോൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഇന്ദിരാ പോയിന്റ് വരെ അല്ലെങ്കിൽ തെക്കേ അറ്റം വരെ എന്ന് മെൻഷൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് ആ അവസാനം തന്നിരിക്കുന്ന 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് രണ്ടിലും സെയിം ആണ്. അക്ഷാംശ രേഖ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നോർത്താണെന്ന് ഓർമ്മ വേണം. രണ്ടും നോർത്താണ്, വടക്കാണ്. ഇനി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രേഖാംശ വ്യാപ്തി നമ്മൾ എപ്പോഴും പറയേണ്ടത് കിഴക്കിലാണ്. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഇനി ഇന്ത്യയുടെ ആകെ വിസ്തീർണം, ഈ ഒരു ചോദ്യം ചോദിക്കാത്ത പരീക്ഷകൾ തന്നെ ഇല്ല. 32,80,263 ചതുരശ്ര കിലോമീറ്റർ. 32,80,263 ചതുരശ്ര കിലോമീറ്റർ. ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം 3214 കിലോമീറ്ററാണ്. നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യുന്നത് പോലെ എണ്ണാം. 3, 2, 1 എന്നിട്ടൊരു 4 കൂടെ ആഡ് ചെയ്താൽ മതി. അത്രയും കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് 29,33 കിലോമീറ്റർ. ഓർക്കാൻ എളുപ്പമാണ്, 29,33 കിലോമീറ്റർ. അപ്പോൾ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 3214 കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് 29,33 കിലോമീറ്ററുമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,80,263 ചതുരശ്ര കിലോമീറ്റർ. പിന്നെ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ്. ഇതെല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ്. ഉറപ്പായിട്ടും നമുക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഈ 6 ചോദ്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് തന്നെ നേടാൻ സാധിക്കും. അക്ഷാംശ വ്യാപ്തി പഠിക്കുക, അതേ കണക്ക് തന്നെ ഇന്ദിരാ പോയിന്റ് വരെയുള്ള അക്ഷാംശ വ്യാപ്തി പഠിക്കുക, രേഖാംശ വ്യാപ്തിയും പഠിക്കുക. അക്ഷാംശ വ്യാപ്തി എപ്പോഴും അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് നോർത്തിലാണ്, വടക്കിലാണ്.